ഭാഗം 2 പുസ്തകം 3 അധ്യായം 2 ദൈവപുത്രന്റെ അവതാര സംഭവം. ഇതേ തുടർന്ന് ദൈവം തന്റെ സകല മാലാഖമാരോടുമായി ഇപ്രകാരം അരുളിച്ചെയ്തു: ഇതാ, രക്ഷയുടെ സമയം സമാഗതമായിരിക്കുന്നു. അത് കാലവിളംബം കൂടാതെ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു. വചനത്തിന്റെ അമ്മയാകാൻ തക്കവിധം പരിശുദ്ധ മറിയം ഒരുക്കപ്പെടുകയും അലങ്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൾ തന്റെ അന്തസ്സിൽ ഏറ്റവും ഔന്നത്യത്തിൽ തന്നെ വിരാജിക്കുന്നു. സ്വർഗീയ ഗണങ്ങൾ തങ്ങളുടെ സ്രഷ്ടാവിന്റെ സ്വരം ശ്രവിച്ചു. അവർ അത്യധികമായ ആനന്ദത്തോടെ ദൈവത്തിന്റെ തിരുഹിതം നിവർത്തിക്കപ്പെടാൻ പോകുന്നതിനെ ഓർത്ത് നവങ്ങളായ കൃതജ്ഞതാസ്തോത്രങ്ങൾ ഉയർത്തി. സിയോന്റെ മനോഹര ഗീതം അവർ ഇങ്ങനെ ആവർത്തിച്ചു പാടി: പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായവൻ പരിശുദ്ധൻ. ഏശയ്യാ 6:3. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമായ ഞങ്ങളുടെ കർത്താവേ, നീ ശക്തനും നീതിമാനുമാകുന്നു. സങ്കീർത്തനങ്ങൾ. നീ ഭൂമിയിലെ എളിയവരെ കരുണയോടെ കടാക്ഷിക്കുന്നുവല്ലോ. നീ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ഉന്നതനായിരിക്കുന്നു. നിന്റെ പദ്ധതികൾ എത്ര മഹത്വം നിറഞ്ഞവയാകുന്നു. അത്യുന്നത മാലാഖയായ ഗബ്രിയേൽ അത്യധികമായ ആനന്ദത്തോടെ തന്റെ ആയിരക്കണക്കിന് അനുയായി വൃന്ദങ്ങൾക്കൊപ്പം സ്വർഗം വിട്ട് ദൃശ്യാരൂപികളായി അവരോഹണം ചെയ്തു. ഈ സ്വർഗീയ രാജകുമാരൻ അത്യധികമായ സൗന്ദര്യവും യൗവനവും നിറഞ്ഞവനായി കാണപ്പെട്ടു. അവന്റെ ഭാവം രാജകീയവും ചലനങ്ങൾ കൃത്യവുമായിരുന്നു. അവന്റെ നടത്തം ശാന്തഗംഭീരവും അവന്റെ സാന്നിധ്യം ശക്തിയും മഹിമയും ഉള്ളതും സന്തോഷം പ്രസരിപ്പിക്കുന്നതും മറ്റെല്ലാ മാലാഖമാരെയും കാൾ ദൈവിക സാദൃശ്യമുള്ളതുമായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടം അനന്യഗാംഭീരം ദ്യോതിപ്പിക്കുന്നതും അവന്റെ ഉടയാടകൾ ബഹുവർണ്ണങ്ങളണിഞ്ഞ് ജ്വലിക്കുന്ന സൗന്ദര്യം സ്ഫുരിക്കുന്നവയുമായി കാണപ്പെട്ടു. അവതാര രഹസ്യത്തെ ഉൾക്കൊള്ളുന്ന അതീവ സുന്ദരമായ ഒരു കുരിശ് അവന്റെ മാറിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു. ഈ രഹസ്യം ലോകത്തിൽ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു അവന്റെ ദൗത്യം. മേൽ വിവരിച്ച സാഹചര്യങ്ങൾ എല്ലാം ഏറ്റവും വിവേകമതിയായി പരിശുദ്ധ രാജ്ഞിയുടെ സ്നേഹനിർഭരമായ ശ്രദ്ധയെ പിടിച്ചെടുക്കാൻ പര്യാപ്തമായിരുന്നു. ഗലീലയിലെ ഒരു ചെറു പട്ടണത്തിലായിരുന്നു മറിയത്തിന്റെ വീട്. ഗബ്രിയേൽ മാലാഖയും തന്റെ വിശ്വസ്തരായ അനുചരന്മാരും നസ്രത്ത് എന്ന ഈ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവിടെ ഒരു ചെറു കുടിലിൽ ചെറിയ അറയിലാണ് അവൾ കഴിഞ്ഞിരുന്നത്. സാധാരണയായി ലൗകിക മനുഷ്യർ തങ്ങളുടെ തിന്മകൾക്ക് മറയിടാനായി മനോഹരമായി വീടുകൾ അലങ്കരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അത്തരം അലങ്കാര സാമഗ്രികൾ ഒന്നും ആ ഭവനത്തിലുണ്ടായിരുന്നില്ല. സ്വർഗീയ രാജ്ഞിക്ക് അപ്പോൾ 14 വർഷവും 6 മാസവും 17 ദിവസവുമായിരുന്നു പ്രായം. അവളുടെ ജന്മദിനം സെപ്റ്റംബർ 8 ആ വർഷം സെപ്റ്റംബർ 8 കഴിഞ്ഞ് 6 മാസവും 17 ദിവസവും കഴിയുന്ന അന്നായിരുന്നു ദൈവം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ രഹസ്യത്തെ അവളിലൂടെ ആവിഷ്കരിച്ചത്. സ്വർഗീയ രാജ്ഞിയുടെ ശാരീരിക രൂപം എല്ലാ പൂർണ്ണതകളും ചേർന്നതും സാധാരണ അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കുള്ളതിൽ കൂടുതൽ ഉയരമുള്ളതുമായിരുന്നു. എല്ലാ അവയവങ്ങളും മനോഹരമായി രൂപപ്പെട്ടിരുന്നു. അവളുടെ മുഖം ദീർഘവൃത്താകൃതിയിലുള്ളതും പ്രസാദാത്മകവും സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നതുമായിരുന്നു. മെലിഞ്ഞതോ അമിതവണ്ണമോ ഇല്ലാത്ത ശരീരം, തെളിഞ്ഞതും അല്പം തവിട്ടു ചവിയും കലർന്ന നിറം, വിശാലമായ നെറ്റിത്തടം, കൃത്യമായി വളഞ്ഞ കൺപുരികങ്ങൾ, വിടർന്ന ഗൗരവം സ്ഫുരിക്കുന്ന കണ്ണുകൾ, നേർരേഖയിൽ ഭംഗിയായി രൂപപ്പെട്ട നാസിക. അവളുടെ ചുണ്ടുകൾ ചുവന്നതും വായ് ചെറുതുമായിരുന്നു. ചുണ്ടുകൾ തീരെ കനം കുറഞ്ഞതോ അധികം തടിച്ചതോ ആയിരുന്നില്ല. മനുഷ്യകുലത്തിൽ അവൾക്കൊപ്പം നിൽക്കാൻ ആർക്കും കഴിയാനാവാത്ത വിധം അത്ര അത്യപൂർവമായ സൗന്ദര്യമാണ് ദൈവം അവൾക്ക് നൽകിയിരുന്നത്. പ്രകൃതിയുടെ എല്ലാ നൽവരങ്ങളും അവൾക്ക് നൽകപ്പെട്ടിരുന്നു. അവളുടെ ദർശനം ഒരേ സമയം കാണികളിൽ സന്തോഷവും ഗൗരവവും സ്നേഹവും ആദരം നിറഞ്ഞ ഭയവും ജനിപ്പിക്കുമായിരുന്നു. അവളുടെ ലാവണ്യം അവരിൽ സ്തുതികീർത്തനങ്ങൾ ഉയർത്തുമായിരുന്നു. അവളെ സമീപിച്ചവർക്കെല്ലാം അവൾ ദൈവത്തെ പകർന്നു കൊടുത്തിരുന്നു. എല്ലാവരെയും ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന വശ്യത അവളിൽ ഉണ്ടായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ എളിയതും ദാരിദ്ര്യം ദ്യോതിപ്പിക്കുന്നതും ആയിരുന്നെങ്കിലും വൃത്തിയുള്ളതായിരുന്നു. അവ ചാരത്തിന്റെ നിറം പോലെ നേരിയ ഇരുളിമ കലർന്ന് വെള്ളിത്തിളക്കമുള്ളവയായിരുന്നു. ഏറ്റവും അടക്കവും ഒതുക്കവും ഉള്ള വസ്ത്രങ്ങൾ. മറിയം കഴിഞ്ഞ 9 ദിവസങ്ങളിൽ അവളുടെ ആത്മാവിൽ സ്വീകരിച്ച മഹാരഹസ്യങ്ങളെപ്പറ്റിയുള്ള ഗാഢമായ ധ്യാനത്തിൽ മുഴുകിയിരുന്നപ്പോൾ അവൾ അറിയാതെ സ്വർഗത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം അവളുടെ ഭവനത്തെ സമീപിച്ചുകൊണ്ടിരുന്നു. വചനം മനുഷ്യരൂപമെടുത്ത്
പിതാവിന്റെ ഏകജാതനായി അവളിലൂടെ അവതരിക്കുമെന്ന് കർത്താവ് മുമ്പേ അവളെ അറിയിച്ചിരുന്നല്ലോ. ഈ മഹാരഹസ്യത്തിന്റെ ആനന്ദത്താൽ പൂരിതയായി എളിമയോടെ വാഗ്ദാന പൂർത്തീകരണത്തിന്റെ പ്രതീക്ഷയിൽ അവൾ ഹൃദയത്തിൽ പറഞ്ഞു, അനുഗ്രഹത്തിന്റെ ആ മഹാനിമിഷം വന്നണഞ്ഞുവെന്ന് കരുതാനാകുമോ? നിത്യപിതാവിന്റെ വചനം മനുഷ്യരുമായി സമ്പർക്കത്തിലാകാനായി ജനിക്കാൻ പോകുന്നുവോ? ലോകം അവനെ സ്വന്തമാക്കുമെന്നോ? മനുഷ്യർ അവനെ സ്വനേത്രങ്ങൾ കൊണ്ട് കാണുമെന്നോ? അന്ധകാരത്തിലിരിക്കുന്ന ജനപദങ്ങൾക്ക് വെളിച്ചമാകാനായി അവിടുത്തെ അപ്രാപ്യമായ പ്രകാശം ഇറങ്ങിവരുമെന്നോ? ആർക്കാണ് അവനെ കാണാനും അറിയാനുമുള്ള യോഗ്യതയുള്ളത്? ആർക്കാണ് അവന്റെ പാദം സ്പർശിച്ച മണ്ണിനെ ചുംബിക്കാൻ കഴിയുക? ആകാശങ്ങളെ ആനന്ദിക്കുവിൻ, സമസ്ത സൃഷ്ടിയും അവിടുത്തെ വാഴ്ത്തട്ടെ, അവിടുത്തെ ഉയർത്തട്ടെ. എന്തെന്നാലിതാ നിത്യസന്തോഷം അടുത്തെത്തിയിരിക്കുന്നു. പാപത്താൽ വ്രണിതരായ ആദാമിന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ടവന്റെ സ്വന്തമായിരിക്കുന്നവരെ, ഇപ്പോൾ നിങ്ങൾ ശിരസുയർത്തുക. യുഗങ്ങളായി നിങ്ങളുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിന്റെ ഭാരമാകുന്ന നുകം നീക്കിക്കളയുവിൻ. ഏശയ്യ 14:25. അല്ലയോ പൂർവ്വയുഗങ്ങളിലെ ഗോത്രപിതാക്കന്മാരെ, പ്രവാചകരെ, പിതാക്കന്മാരെ, നീതിമാന്മാരെ, ഇപ്പോൾ നിങ്ങൾ പാതാളത്തിലും അബ്രാഹത്തിന്റെ മടിയിലും വസിക്കുന്നുവല്ലോ. ഇപ്പോഴിതാ നിങ്ങൾക്ക് സമാശ്വാസം വന്നണയാൻ പോകുന്നു. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായി ഇതാ പരിത്രാണകൻ വന്നണയാൻ പോകുന്നു. നമുക്കവനെ ബഹുമാനിക്കാം, വാഴ്ത്തി സ്തുതിക്കാം. ആരായിരിക്കും അവന്റെ അമ്മയെന്ന് ഏശയ്യായാൽ പ്രവചിക്കപ്പെട്ടവൾ ആരായിരിക്കും? ആരായിരിക്കും അവൾക്ക് ദാസ്യവൃത്തി ചെയ്യുക? ഹാ എമ്മാനുവേൽ, സത്യദൈവവും മനുഷ്യനുമായവൻ, ദാവീദിന്റെ താക്കോൽ, സ്വർഗവാതിൽ തുറക്കുന്ന താക്കോൽ. ഏശയ്യ 22:22. അല്ലയോ നിത്യജ്ഞാനമേ, പുതിയ സഭയുടെ നിയമദാതാവേ, വരിക. ഓ കർത്താവേ, നീ വരിക. നിന്റെ വരവാൽ നിന്റെ ജനത്തിന്റെ അടിമത്തം നീക്കിക്കളയുക. അത് അവസാനിക്കട്ടെ. എല്ലാവരും നിന്റെ രക്ഷ അറിയട്ടെ. ഏശയ്യ 40:5. അത്യുന്നത ദൈവത്തിന്റെ മഹാരഹസ്യം ആവിഷ്കൃതമാകാനുള്ള നിശ്ചിത സമയം പൂർത്തിയായി. മുഖ്യ മാലാഖയായ ഗബ്രിയേൽ മുൻ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രകാശം തന്റെ നിരവധിയായ ഉപമാലാഖമാരോടൊപ്പം വെട്ടിത്തിളങ്ങുന്ന പ്രകാശരൂപികളായ മനുഷ്യാകാരങ്ങൾ ധരിച്ച് മറിയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശാലയിൽ പ്രവേശിച്ചു. അത് ഒരു വ്യാഴാഴ്ച സായാഹ്നത്തിലായിരുന്നു. 6 മണി സമയം. ഇരുൾ പരന്നു തുടങ്ങി. തികഞ്ഞ അടക്കവും നിയന്ത്രണവും ഉള്ള മറിയം കർത്താവിന്റെ ദൂതന്റെ നേരെ ഒരു നിമിഷം കണ്ണുകളുയർത്തി. അവൾ ദൂതനെ തിരിച്ചറിഞ്ഞു. നൈസർഗികമായ ആദരവോടെ അവൾ ദൂതന് ആദരമർപ്പിക്കാൻ തുനിഞ്ഞു. എന്നാൽ സ്വർഗീയ രാജകുമാരൻ വിലക്കി. പകരം അദ്ദേഹം തന്നെ അവളുടെ മുൻപിൽ ബഹുമാന ആദരവ് പ്രകടിപ്പിച്ചു. അവളിലൂടെ ദൂതൻ സ്രഷ്ടാവിന്റെ സ്വർഗീയ രഹസ്യങ്ങളെ ആദരിച്ചു. ആ നിമിഷം തന്നെ മാലാഖ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. പിതാവായ അബ്രാഹം തുടങ്ങി പുരാതന കാലം മുഴുവൻ മനുഷ്യൻ മാലാഖമാരെയാണ് വണങ്ങിയിരുന്നതെങ്കിൽ ഇന്നു മുതൽ അത് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ വചനം മനുഷ്യരൂപമെടുക്കുന്നതിലൂടെ മനുഷ്യ സ്വഭാവം ദൈവിക അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നു. മനുഷ്യർ ദൈവത്തിന്റെ ദത്തുപുത്രരായി തീർന്നിരിക്കുന്നു. അങ്ങനെ അവർ മാലാഖമാരുടെ സഹോദരരും സഖാക്കളുമായിരിക്കുന്നു. സുവിശേഷകനായ യോഹന്നാനെ മാലാഖ തന്നെ വണങ്ങുന്നത് വിലക്കിയതിന്റെ രഹസ്യമിതാണ്. വെളിപാട് 19:10. വിശുദ്ധ മാലാഖ നമ്മുടെയും അവരുടെയും മഹാരാജ്ഞിയെ ഇപ്രകാരം സംബോധന ചെയ്തു: ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. ദൈവം നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. ലൂക്കാ 1:28. മുഖ്യ മാലാഖയുടെ ഇപ്രകാരമുള്ള സംബോധന കേട്ട് അവൾ അസ്വസ്ഥയായി. എങ്കിലും അവളുടെ മനസ്സ് കലങ്ങിയില്ല. ഭൂമിയിലെ ഏറ്റവും വിനീതിയായ അവൾ അസ്വസ്ഥയാകാൻ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, താൻ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും താഴ്ന്നവളായിട്ടാണ് അവൾ സ്വയം കരുതിയിരുന്നത്. അതിനാൽ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു എന്ന വചനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. രണ്ടാമതായി, കർത്താവ് അവളുടെ ഉള്ളിൽ നിക്ഷേപിച്ച വെളിപാടിൽ താൻ അവിടുത്തെ മാതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം മേൽപ്പറഞ്ഞ സംബോധനയിലൂടെ ഒന്നുകൂടി ആഴത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടു. അത് അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. എന്തെന്നാൽ അവളുടെ വിനയം അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ചു. ഇക്കാരണങ്ങളാൽ കർത്താവിന്റെ മാലാഖ അവളോട് കർത്താവിന്റെ കൽപ്പന തുടർന്നറിയിച്ചു: മറിയമേ, നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ലൂക്കാ 1:30. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്നു പേര് വിളിക്കും. അവൻ വലിയവനായിരിക്കും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്നു വിളിക്കപ്പെടും. മാലാഖ തുടർന്നു:
സമസ്ത സൃഷ്ടികളിലും വച്ച് ഏറ്റവും വിനീതയായ മഹാരാജ്ഞിക്ക് മാത്രമാണ് ഈ മഹാരഹസ്യത്തെ അറിയാനും ഉൾക്കൊള്ളാനും വേണ്ട ബുദ്ധിയും മഹാമനസ്കതയും ലഭിച്ചത്. ഈ രഹസ്യത്തിന്റെ യഥാർത്ഥ മൂല്യം അവൾക്കു മാത്രമേ അറിയൂ. ഈ രഹസ്യത്തെ എത്ര ആഴത്തിൽ അവൾ അറിഞ്ഞുവോ അത്രമാത്രം ആരാധനയിൽ അവൾ ആഴപ്പെട്ടു. ആരാധനയുടെ പാരമ്യത്തിൽ അവൾ കർത്താവിങ്കിലേക്ക് തന്റെ ഹൃദയമുയർത്തി. അവിടുത്തേക്ക് അവളുടെ ഒരാഗ്രഹവും നിവർത്തിക്കാതിരിക്കാനാവില്ലല്ലോ. തന്റെ ആത്മാവിന്റെ അഗാധതയിൽ നിന്നവൾ അതീവ ശ്രമകരമായ ഈ കാര്യത്തിൽ തന്നെ നിയന്ത്രിക്കാനുള്ള പുതിയ വെളിച്ചവും സഹായവും നേടാനുള്ള വരം അവിടുത്തോടപേക്ഷിച്ചു. എന്തെന്നാൽ വിശ്വാസം, ശരണം, ഉപവി എന്നീ പുണ്യങ്ങളാൽ ഈ ദിവ്യരഹസ്യത്തെ സ്വായത്തമാക്കാൻ ഇടയാക്കുന്നതിന് അത്യുന്നതനായ ദൈവം അവളെ തന്റെ സാധാരണ അവസ്ഥയിൽ വിട്ടു. ഒപ്പം അവൾ അതുവരെ ആസ്വദിച്ചിരുന്ന ആനുകൂല്യങ്ങളും വരങ്ങളും താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു. ഈ അവസ്ഥയിൽ അവൾ വിശുദ്ധ ഗബ്രിയേലിനോട് ഇപ്രകാരം ആരാഞ്ഞു: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുകയോ? എന്തെന്നാൽ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, അറിയാനിടയുമില്ലല്ലോ. ആ സമയം തന്നെ അവൾ ആന്തരികമായി കർത്താവിന്റെ മുൻപിൽ ചാരിത്ര്യ ശുദ്ധിവ്രതം നവീകരിച്ചു. അത് അവൾ മുൻപ് തന്റെ വാഗ്ദാന വേളയിൽ ചെയ്യുകയും അത് അത്യുന്നതൻ അവൾക്കൊപ്പം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. പരിശുദ്ധ രാജകുമാരൻ ഗബ്രിയേൽ അവൾക്ക് മറുപടി നൽകി: അല്ലയോ മഹതി, നിന്നെ ഒരമ്മയാക്കാൻ പുരുഷന്റെ സഹകരണമില്ലാതെ തന്നെ ദൈവത്തിന് കഴിയുമല്ലോ. പരിശുദ്ധ അരൂപി നിന്നോടൊപ്പം വസിക്കുകയും നിരന്തരമായി ആ സാന്നിധ്യം നവീകരിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരം പരിശുദ്ധരിൽ പരിശുദ്ധൻ നിന്നിൽ നിന്ന് പിറവിയെടുക്കും. അവൻ ദൈവപുത്രനെന്നറിയപ്പെടും. ഇതാ നോക്കുക, നിന്റെ ഇളയമ്മയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇത് അവൾക്ക് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. വന്ധ്യയായ അവൾക്ക് ഗർഭം ധരിക്കാൻ വരം നൽകിയവന് നിന്നെ അവന്റെ അമ്മയാക്കാനും ഒപ്പം നിന്റെ വിശുദ്ധിയും കന്യകാത്വവും സംരക്ഷിക്കുവാനും സാധ്യമാകുമല്ലോ. മേൽപ്പറഞ്ഞ വചനങ്ങളാൽ സ്വർഗീയ രാജകുമാരൻ പരിശുദ്ധ മറിയത്തെ പഠിപ്പിച്ചു. ഇപ്രകാരം അവൾ ഗതകാലങ്ങളിലെ തിരുലിഖിതങ്ങളിൽ കാണുന്ന ദൈവിക വാഗ്ദാനങ്ങൾ ഓർക്കുകയും അവയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അത്യുന്നതന്റെ സർവശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് സ്വർഗീയ സന്ദേശത്തെ സ്വീകരിക്കാനുള്ള സന്ദേഹങ്ങൾ അകറ്റാനായിരുന്നു ഈ പ്രവൃത്തി. എന്നാൽ പരിശുദ്ധ അമ്മ മാലാഖമാരേക്കാൾ ഉപരി ജ്ഞാനിയും വിവേകിനിയും പരിശുദ്ധയുമായിരുന്നതിനാൽ തന്റെ മറുപടി അവൾ മാറ്റിവച്ചു. അത് ദൈവഹിതത്തിനനുസൃതം യോഗ്യവും പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ ദിവ്യരഹസ്യത്തിന് ചേർന്നതുമായ രീതിയിൽ സമയോചിതമായ രീതിയിൽ പ്രകടിപ്പിക്കേണ്ടതിനായിരുന്നു. താൻ കൊടുക്കാൻ പോകുന്ന മറുപടിയെ ആശ്രയിച്ചാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ വാഗ്ദാനങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണം നടക്കുന്നത്. പരുദീസായുടെ വാതിലുകൾ തുറക്കപ്പെടും. തിന്മയുടെ മേൽ നന്മ ആത്യന്തിക വിജയം നേടും. ദൈവപ്രീതി തൃപ്തിയടയും. മനുഷ്യവർഗം മഹുദ്ധീകരിക്കപ്പെടും. മാലാഖമാർ ആനന്ദിക്കും. കൂടാതെ ദൈവത്തിന്റെ ഏകജാതൻ അവളുടെ ഗർഭത്തിൽ ദാസന്റെ രൂപം ധരിച്ച് പിറക്കുകയും ചെയ്യുമെന്ന് മറിയം മനസ്സിൽ ധ്യാനിച്ചു. ഫിലിപ്പി 2:7. സർവശക്തനായ ദൈവം ഈ ദിവ്യരഹസ്യങ്ങളുടെ ആവിഷ്കാരത്തിനായി ഒരു കന്യകയുടെ സമ്മതത്തിന് കാതോർത്ത് കാത്തുനിൽക്കുന്നത് അത്യത്ഭുതകരമായ കാര്യം തന്നെ. ജ്ഞാനത്തിന്റെ നിറകുടമായ ഈ കന്യകയുടെ തീരുമാനം രക്ഷാകര ദൗത്യം ഉറപ്പാക്കി. പരിശുദ്ധ അമ്മ ദൈവമാതാവെന്ന പദവിയുടെ ആഴവും വ്യാപ്തിയും മഹത്വവും സദാ മനസ്സിൽ ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു. ദൈവസത്തയുമായുള്ള ഇടപെടലും പങ്കാളിത്തവും എത്ര മധുരമാണെന്ന് അവൾ രുചിച്ചറിഞ്ഞു. അവിടുത്തെ നിഗൂഢമായ വഴികൾ അവൾ മനസ്സിലാക്കി. തന്റെ അന്തരാത്മാവിനോടും സ്വർഗീയ ദൂതനോടും സംവദിച്ച മറിയം അത്യുന്നത ദൈവകൂദാശകളുടെ മഹത്വം ആഴത്തിലറിഞ്ഞു. ഈ മഹാരഹസ്യത്തെ സ്വീകരിക്കാൻ അവിടുന്ന് തന്നെ യോഗ്യയാക്കിയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ദൈവസ്നേഹം അവളിൽ കരകവിഞ്ഞൊഴുകി. അവൾ സ്വർഗീയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടു. തീക്ഷ്ണമായ ഈ ദൈവസ്നേഹാനുഭവത്തിന്റെ തീവ്രമായ സമ്മർദ്ദത്തിൽ അവളുടെ ഹൃദയം തിങ്ങിവിങ്ങി. അതിന്റെ ശക്തിയിൽ ഞെരുങ്ങിയ ആ വിമല ഹൃദയത്തിൽ നിന്നും 3 രക്തത്തുള്ളികൾ ഉതിർന്നു. ആ പരിശുദ്ധ രക്തകണങ്ങൾ ഗർഭധാരണത്തിനായി പ്രകൃതിയാലുള്ള ഭാഗത്ത് എത്തിച്ചേർന്നു. പരിശുദ്ധ അരൂപിയുടെ ചോദനയിൽ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് അവൾ ഉൾച്ചേരുകയും ചെയ്തു. അപ്രകാരം വചനം മാംസമായി നമ്മുടെ പരിത്രാണനത്തിനായി ഒരുക്കപ്പെട്ട ശരീരത്തിന്റെ പദാർത്ഥത്തെ പരിശുദ്ധ മറിയത്തിന്റെ പരമപരിശുദ്ധവും
സ്നേഹത്താൽ ജ്വലിച്ചു നിൽക്കുന്നതുമായ ഹൃദയമാണ് സമ്മാനിച്ചത്. അതേ നിമിഷത്തിൽ അവൾ അഗാധമായ എളിമയിൽ ശിരസു താഴ്ത്തി കൈകൾ കൂപ്പി മനുഷ്യരക്ഷയുടെ ഉദ്ഘാടന വേളയിലെ വചനങ്ങൾ ചൊല്ലി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:37. ഈ അനുഗ്രഹീത നിമിഷത്തിൽ 3 മഹാകാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമതായി, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ നിന്ന് മുതിർന്ന 3 രക്തത്തുള്ളികൾ ഏറ്റവും പരിശുദ്ധമായ കർത്താവിന്റെ ശരീരമായി ഭവിച്ചു. രണ്ടാമതായി, ദൈവാത്മാവും ശരീരവും ഒന്നായി അവിടുത്തെ പരിപൂർണ മനുഷ്യത്വം സ്ഥാപിതമായി. മൂന്നാമതായി, ദൈവത്വം വചനമാകുന്ന വ്യക്തിയിൽ ലയിച്ച് മനുഷ്യരോട് ചേർന്നു. അത് സമഗ്രതയുള്ളതും അവിഭാജ്യവുമായ അതീന്ദ്രിയ സംയോഗത്തിലൂടെ ജന്മമെടുത്തു. അങ്ങനെ യഥാർത്ഥ പരിത്രാണകനും സത്യദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തു ജന്മമെടുത്തു. ഈ സംഭവം നടന്നത് ലോക സൃഷ്ടിക്കു ശേഷം 5199 വർഷം പൂർത്തിയായ വസന്തകാലത്ത് മാർച്ച് മാസം 25-നായിരുന്നു. അന്നേ ദിവസം പ്രഭാതത്തിൽ ഭൂമിയിലെ ആദ്യ മനുഷ്യനായ ആദം സൃഷ്ടിക്കപ്പെട്ട അതേ സമയം തന്നെ. ഈ കാലഗണന പരിശുദ്ധ അരൂപിയുടെ സഹായത്താൽ വിരചിതമായ റോമാസഭയുടെ സഹതാവിജ്ഞാനീയത്തിൽ പറഞ്ഞിട്ടുള്ളതുമായി യോജിക്കുന്നതാണ്. എന്റെ മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ ഉറപ്പാണെന്ന അറിവ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി യോജിക്കുന്ന വിധം ലോകം സൃഷ്ടിക്കപ്പെട്ടതും മാർച്ച് മാസത്തിലായിരുന്നുവെന്നും ഇതു സൃഷ്ടിയുടെ തുടക്കവുമായി ചേർന്നു പോകുന്നുവെന്നും പ്രസ്താവ്യമാണ്. അത്യുന്നതന്റെ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണതയുള്ളതും കുറ്റമറ്റതുമാകുന്നു. ആയതിനാൽ ചെടികളും വൃക്ഷങ്ങളും അവിടുത്തെ കരവേലയായതിനാൽ അതു നിരന്തരം ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. അതിന് തടസ്സം വരുന്നത് പാപം മൂലമാണ്. മനുഷ്യ പാപം പ്രകൃതിയെ അപ്രകാരം ബാധിച്ചു. ദൈവ പൈതൽ തന്റെ അമ്മയുടെ തിരുവുദരത്തിൽ അവളുടെ രക്തവും പോഷണവും സ്വീകരിച്ചുകൊണ്ട് മറ്റേതൊരു മനുഷ്യ പൈതലിനെയും പോലെ വളർന്നു വന്നു. എന്നാൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ദിവ്യശിശു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ലോകത്തിന്റെ കന്മഷമേൽക്കാതെ യാതൊരു അപൂർണതകളും തീണ്ടാതെ ആദത്തിന്റെ സന്തതികൾക്ക് സംഭവിക്കാവുന്ന യാതൊരു കുറവുകളുമില്ലാതെ വളർന്നു വന്നു. എന്തെന്നാൽ അവയിൽ ചിലതിൽ നിന്നും, അതായത് മനുഷ്യജനന പ്രക്രിയയിലെ ആകസ്മികവും അതിന്റെ സത്തയ്ക്ക് ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളിൽ നിന്ന് സ്വർഗീയ രാജ്ഞി വിമുക്തയായിരുന്നു. ഒപ്പം തന്നെ പാപം വരുത്തിവെച്ച ഉപരിപ്ലവമായ നിസ്സാരതകൾ, ഇവ മറ്റു സ്ത്രീകളിൽ അവരുടെ മക്കളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടതായ സ്വാഭാവികമായ കാര്യങ്ങൾ അവളെ സ്പർശിച്ചതേയില്ല. പാപകളങ്കമേറ്റ ഹൗവായുടെ സന്തതികൾക്ക് വന്നു ഭവിച്ചതായ കാര്യം അവൾക്കു മാത്രം ഉണ്ടായില്ല. അവൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്റെ വീരോചിതമായ ഭക്താഭ്യാസങ്ങൾ വഴിയും പ്രത്യേകമായി ഉപവിയുടെ കർമ്മങ്ങളാലും കന്യകയ്ക്ക് ലഭ്യമായിരുന്നു. അവളുടെ ആത്മാവിന്റെ തീക്ഷ്ണതയാൽ അവളുടെ രക്തവും ശരീരത്തിന്റെ ദ്രവങ്ങളും ദൈവിക ഇടപെടലാൽ മാറ്റപ്പെടുകയും അപ്രകാരം ദൈവിക പൈതലിന് സംരക്ഷണം നൽകപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ രക്ഷകൻ പ്രകൃതിയാലുള്ള പരിപോഷണത്തിലൂടെ മനുഷ്യ സ്വഭാവത്തിനനുസൃതം വളർന്നു വരികയും അവിടുത്തെ ദൈവികത്വം അവളുടെ പുണ്യങ്ങളാൽ സംപ്രീതമാവുകയും ചെയ്തു. എത്രയും പരിശുദ്ധയായ മറിയം തന്റെ ശുദ്ധമായ രക്തത്തെ പാപത്തിൽ നിന്നും അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും പൂർണ്ണമായി വിമുക്തമാക്കി തിരുശരീരത്തിന്റെ വളർച്ചയ്ക്കായി പരിശുദ്ധ അരൂപിക്ക് പൂർണ്ണമായും സമർപ്പിച്ചു. എന്തെന്നാൽ അവളുടെ തീക്ഷ്ണ സ്നേഹത്തിന്റെയും പുണ്യസാന്ദ്രതയുടെയും അടിത്തറയിലാണ് അതുയർന്നു വന്നത്. ഇപ്രകാരം തന്നെ തനിക്ക് ഭക്ഷണമായി നൽകപ്പെട്ട എല്ലാ പദാർത്ഥങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. തനിക്കു ലഭിക്കുന്നതെല്ലാം തന്റെ ഉദരത്തിൽ വഹിക്കപ്പെടുന്ന ദൈവപുത്രന്റെ പരിപോഷണത്തിനുള്ളവയാണെന്ന് അവൾക്കറിയാമായിരുന്നതിനാൽ അവൾ അവയെ തന്റെ വീരോചിതമായ പുണ്യാഭ്യാസങ്ങളാൽ ധന്യമാക്കി. ഇതു കണ്ട സ്വർഗത്തിലെ മാലാഖമാർ അത്ഭുതം പൂണ്ടു. എങ്ങനെയാണ് സാധാരണമായ മനുഷ്യപ്രവൃത്തികൾക്ക് അതീന്ദ്രിയവും അത്യുന്നതവുമായ യോഗ്യതകളെ സ്വായത്തമാക്കി ദൈവത്തിരുമുൻപിൽ പൂർണ്ണത പുൽകാൻ കഴിയുന്നത്? ഇപ്രകാരം അലങ്കരിക്കപ്പെട്ടും ദൈവികത നിറഞ്ഞും അതിന്റെ വരദാനങ്ങളെ സ്വന്തമാക്കിയും കർത്താവായ ക്രിസ്തുവിന്റെ പരിശുദ്ധി വഴിയുന്ന ആത്മാവ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചു. അതിന്റെ ക്രമം ഇപ്രകാരമായിരുന്നു. ഉടൻ തന്നെ അത് തനിക്ക് സ്വായത്തമായ ദൈവിക സത്തയെ അറിയുകയും നേരിൽ ദർശിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് തന്നെ ശൂന്യനാക്കി ഭൂമിയോളം താഴ്ത്തി. ഈ താഴ്മയിൽ അത് പരിവർത്തനാതീതമായ ദൈവത്തിന്റെ സത്തയ്ക്ക് കൃതജ്ഞതയർപ്പിച്ചു.
എന്തെന്നാൽ ആ ആത്മാവ് ഉരുവാക്കപ്പെട്ടത് മനുഷ്യ പ്രകൃതിയുമായി അതീന്ദ്രിയ സംയോഗത്തിനായിട്ടായിരുന്നല്ലോ. ഇതുവഴി ആ ആത്മാവ് മനുഷ്യാവസ്ഥയിലായിരിക്കെ തന്നെ ദൈവികതയിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടുത്തെ പരിശുദ്ധമായ മനുഷ്യസത്ത സഹനത്തിനായി തയ്യാറെടുക്കപ്പെടുകയും അതിനായി ശക്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്നും അവിടുന്ന് തിരിച്ചറിഞ്ഞു. ഈ സഹനമാണ് മനുഷ്യരക്ഷയുടെ നിദാനം. ഈ അറിവിൽ അവിടുന്ന് തന്നെ തന്നെ ബലിവസ്തുവായി സമർപ്പിച്ചുകൊണ്ട് പരിത്രാണകസ്ഥാനം ഏറ്റുവാങ്ങി. അതിനെ പ്രതി അവൻ തന്റെ നാമത്തിലും മനുഷ്യവർഗത്തിനായി പൊതുവെയും നിത്യപിതാവിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ തന്റെ ഏറ്റവും പരിശുദ്ധമായ മനുഷ്യപ്രകൃതിയെ തിരിച്ചറിഞ്ഞു. അവിടുന്ന് തന്റെ വാസസ്ഥലമായി മറിയമാകുന്ന ശ്രീകോവിൽ സ്വന്തമാക്കി. അവൻ അതിൽ ആനന്ദം കൊണ്ടു. അതിന്റെ സൗന്ദര്യം അത്രമേൽ അനുപമമായിരുന്നല്ലോ. ഏറ്റവും പരിപൂർണവും സൃഷ്ടികളുടെ മകുടവുമായവളെ അവിടുന്ന് തന്റേത് മാത്രമാക്കി നിത്യമായി സ്ഥാപിച്ച് സ്വീകരിച്ചു. അവൻ അതിൽ ഏറെ സംപ്രീതനായി. തന്റെ പിതാവ് അവളിൽ അനുഗ്രഹങ്ങളും പ്രസാദവരങ്ങളും നിറച്ച് തനിക്കായി അവളെ വിട്ടുകൊടുത്തതിന് അവൻ നന്ദി പറഞ്ഞു. അവളെ പാപലേശമേൽക്കാതെ സൃഷ്ടിച്ചതിനും പാപത്തിന്റെ സാമാന്യ നിയമങ്ങളിൽ നിന്ന് മുക്തയാക്കിയതിനും റോമ 5:18 അവൻ ദൈവത്തെ വാഴ്ത്തി. അവൻ പരിശുദ്ധ മറിയത്തിനും അവളുടെ വല്ലഭനായ വിശുദ്ധ യൗസേപ്പിനും നിത്യരക്ഷ നൽകുന്നതിന് പ്രാർത്ഥിച്ചു. അവൻ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ച ആദ്യമാത്രയിൽ തന്നെ ഇത്രമാത്രം ധന്യമാക്കിയെങ്കിൽ 33 വർഷങ്ങൾക്കുശേഷം തന്റെ സഹന മരണങ്ങളും ഈ ലോകത്തിലെ കഠിനാധ്വാനങ്ങളും ദൈവിക പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി മടങ്ങിയപ്പോൾ അവൻ നേടിയെടുത്ത ധന്യത എത്രയോ അപാരം. ഓ സ്നേഹസാഗരമേ, ഓ പരിധികൾ അസ്തമിച്ച വരപ്രസാദമേ, ഓ അനന്ത കാരുണ്യമേ, അളവില്ലാത്ത ഔദാര്യമേ! മറുഭാഗത്ത് ഞാൻ കാണുന്ന കൃതജ്ഞതയെ, വിസ്മൃതിയെ ചിന്തിക്കൂ. അവനെ കൂടാതെ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അവൻ നമുക്കായി ചെയ്ത ചെറിയ നന്മകൾക്കു പോലും എത്ര വലുതായ പ്രതിസ്നേഹം നമ്മൾ കാട്ടേണ്ടതാണ്. എന്നാൽ നമുക്കായി തനിക്കാവുന്നതെല്ലാം ചെയ്തവനോട് നാം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. നാം അത് വിസ്മരിക്കുന്നതെന്തേ? എന്തുകൊണ്ട് അവിടുത്തെ നമ്മുടെ ഗുരുവായി സ്വീകരിച്ച് അവന്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തുകൂടാ? അവൻ നമുക്ക് നിത്യജീവനും സ്വാതന്ത്ര്യവും നേടിത്തന്നിരിക്കുന്നല്ലോ. നമുക്കവനെ നേതാവായി സ്വീകരിച്ച് അവന്റെ പിന്നാലെ നടക്കാം. അവൻ നമുക്ക് വഴികാട്ടുന്ന വിളക്കും യഥാർത്ഥമായ ആനന്ദത്തിലേക്കുള്ള മാർഗവുമല്ലയോ? നമ്മുടെ കർത്താവായ ക്രിസ്തു കന്യാഗർഭത്തിൽ ഉരുവായ അതേ നിമിഷം സ്വർഗീയ മാതാവ് വ്യക്തമായും കൃത്യമായും ദൈവത്വവും മനുഷ്യത്വവും ഒന്നിച്ചു ലയിക്കുന്ന അതീന്ദ്രിയ സംയോഗത്തിന്റെ രഹസ്യത്തെ ദർശിച്ചു. വചനം ഇങ്ങനെയാണല്ലോ മാംസമായത്. അപ്പോൾ പരിശുദ്ധ ത്രിത്വം അവൾക്ക് ദൈവമാതാവ് എന്ന സ്ഥാനവും അതിനടുത്ത അവകാശങ്ങളും സ്ഥിരപ്പെടുത്തി നൽകി. ഈ സ്ഥാനം പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അവൾക്ക് സ്വന്തമായിരുന്നു. എന്തെന്നാൽ അവൾ പ്രകൃതി നിയമപ്രകാരം ഒരു പുത്രന്റെ അമ്മയായിരിക്കുകയും അതേസമയം ആ പുത്രൻ നിത്യദൈവവും ആയിരിക്കുകയും ചെയ്യുന്നല്ലോ. കാരണം അവൾ ഗർഭം ധരിച്ചത് പുരുഷ സംയോഗത്താലല്ല എന്നതു തന്നെ. മറ്റൊരർത്ഥത്തിലും പരിശുദ്ധ മറിയം അനന്യമായ രീതിയിൽ ദൈവമാതാവായിരിക്കുന്നു. പ്രകൃത്യാലുള്ള ജനനങ്ങളിൽ ജന്മം സാധ്യമാക്കുന്നത് പുരുഷനും സ്ത്രീയും മാതാവും പിതാവുമായി താന്താങ്ങളുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ടാണല്ലോ. അവർ രണ്ടാളും തങ്ങളുടെ പ്രകൃത്യാലുള്ള പങ്കു നിർവഹിക്കുന്നെങ്കിലും അവരല്ല ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. മാത്രവുമല്ല, ദൈവം നേരിട്ട് ശരീരത്തിൽ നിക്ഷേപിക്കുന്ന ആത്മാവിന്റെ കാര്യത്തിൽ അവർക്ക് പങ്കുമില്ല. എന്തെന്നാൽ അവരുടെ സമ്മതം ഇക്കാര്യത്തിൽ പ്രസക്തമല്ല. സാധാരണ മാതൃത്വങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായി സത്യദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തു തന്നിൽ പിറവിയെടുക്കാൻ അവൾ സമ്മതം കൊടുക്കുകയും ചെയ്തു. ഇത് സ്വാഭാവികമോ പ്രകൃത്യാലുള്ള സംഭവമോ അല്ല എന്ന് വരുന്നു. അവളുടെ സമ്മതത്താൽ മാത്രമാണ് ഇത് സംഭവ്യമായത്. അതിനാൽ ആ അർത്ഥത്തിലും അവൾ ദൈവമാതാവത്രേ. സ്വർഗപിതാവിന്റെ ഏകജാതന്റെ മാതാവെന്ന നിയോഗത്തെ ഏറ്റവും യോഗ്യമായി സാക്ഷാത്കരിക്കാൻ ദൈവസഹായം തേടി അവൾ തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ മുഴുകി. അവൾക്ക് നൽകപ്പെട്ടിരുന്ന മറ്റെല്ലാ വരങ്ങൾക്കും മീതെ അവളുടെ എളിയ ഹൃദയം ഈ ഒരു കാര്യത്തിനായിട്ടാണ് കാംക്ഷിച്ചത്. ഇത് അവളുടെ ദൈവാശ്രയത്തിന്റെ പ്രധാന വിഷയമായിരുന്നു. താൻ എല്ലാ കാര്യങ്ങളിലും ദൈവമാതാവിന്റെ യോഗ്യതകൾക്കനുസരണം തന്റെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് അവൾ ആഗ്രഹിച്ചു. സർവശക്തൻ അവളോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്റെ പ്രിയ മാടപ്രാവേ, നീ ഭയപ്പെടേണ്ട.
എന്തെന്നാൽ എന്റെ ഏകജാതനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും നിനക്ക് തുണയായിരിക്കുകയും ചെയ്യും. ഈ വാഗ്ദാനത്തിന് തൊട്ടു പിന്നാലെ അവൾ തന്റെ ദിവ്യസന്നിധിയിൽ നിന്ന് പുറത്തുവന്നു. ഈ സമാധിയുടെ അനുഭൂതി അന്നുവരെ ഉണ്ടായവയിൽ വച്ച് ഏറ്റവും വിസ്മയകരമായ ഒന്നായിരുന്നു. മേൽ വിവരിച്ച അനുഭവങ്ങളെല്ലാം ഉണ്ടായത് ഈ സമയത്തായിരുന്നു. തന്റെ പ്രകൃതിയാലുള്ള അവസ്ഥയിലേക്ക് തിരികെ വന്നപ്പോൾ അവൾ ഉടനെ ഭൂമിയിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച് തന്റെ ഏറ്റവും പരിശുദ്ധനായ ദൈവവും മനുഷ്യനുമായവനെ ആരാധിച്ചു. തന്റെ കന്യാഗർഭത്തിൽ ഉരുവായിരിക്കുന്ന ദൈവപുത്രനെ അവൾ തന്റെ മാനുഷിക ശരീരത്താലും സ്വാഭാവിക കഴിവുകളാലും ആരാധിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. തന്റെ സ്രഷ്ടാവിന്റെ സേവനത്തിനായി തന്നാലാവുന്നതെല്ലാം ഒന്നും വിട്ടുകളയാതെ അവൾ ചെയ്തു. ആ സമയം മുതൽ അവൾ തന്റെ അന്തരാത്മാവിലും ബാഹ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നവ്യവും ദിവ്യവുമായ അനുഭവങ്ങളിൽ കൂടി സഞ്ചരിച്ചു. മുന്നേ തന്നെ അവൾ ആത്മാവിലും ശരീരത്തിലും ഏറ്റവും കുലീനത്വം പുലർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ മനുഷ്യാവതാരത്തിന്റെ അനർഘവേളയിൽ അത് കൂടുതൽ ആത്മീയ ഔന്നത്യങ്ങളിലേക്കുയരുകയും വരപ്രസാദത്തിന്റെ ഉത്തുംഗ മേഖലയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവർണ്ണനീയമായ അനേകം അനുഗ്രഹങ്ങളാൽ അവൾ പൂരിതയായിത്തീർന്നു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളെ, എന്റെ നെഞ്ചിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹം ഞാൻ നിന്റെ മേൽ എത്രയോ തവണ ചൊരിയുകയും അത് നീ അറിയുകയും ചെയ്തിരിക്കുന്നു. ആ സ്നേഹം നിന്റെയുള്ളിൽ വീണ്ടും ജ്വലിച്ചുയരണമെന്നും ഞാൻ നിനക്ക് പകരുന്ന അറിവുകളിൽ നിന്ന് നീ ഗുണമനുഭവിക്കണമെന്നും ഞാൻ ഏറെ ആശിക്കുന്നു. അത്യുന്നതനായ ദൈവം തന്റെ വിശുദ്ധവും പരിപൂർണവുമായ ഹിതത്തെ ആർക്ക് വെളിവാക്കുന്നുവോ അവൻ ഭാഗ്യവാൻ. ആ തിരുഹിതം ജീവിതത്തിൽ പകർത്തുന്നവൻ അതിലേറെ ഭാഗ്യവാനായിരിക്കും. നിത്യജീവനിലേക്കുള്ള രാജവീഥികളും ഇടവഴികളും പല രീതിയിൽ ദൈവം വെളിപ്പെടുത്തി തരുന്നു. സുവിശേഷം, സഭയുടെ നിയമങ്ങൾ, വിശുദ്ധരുടെ ജീവിത മാതൃകകൾ, അവരുടെ എഴുത്തുകൾ, പ്രത്യേകമായി സഭാ ശുശ്രൂഷകരുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിലൂടെയാണ് നിത്യജീവനിലേക്കുള്ള വഴികൾ വെളിപ്പെടുത്തുന്നത്. എന്തെന്നാൽ അവരോട് നമ്മുടെ രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളെ ശ്രവിക്കുന്നവൻ എന്നെ ശ്രവിക്കുന്നു. അവരെ അനുസരിക്കുന്നത് കർത്താവിനെ അനുസരിക്കുക തന്നെയാണ്. മേൽപ്പറഞ്ഞ മാർഗങ്ങളിലൂടെ നീ ദൈവഹിതം അറിയുമ്പോൾ അത് അനുസരിക്കാൻ എളിമയുടെയും അനുസരണത്തിന്റെയും ചിറകുകൾ അണിയുക. അത് ചെയ്യുന്നതിന് പക്ഷിയെപ്പോലെ പറന്നും സൂര്യപ്രകാശത്തിന്റെ വേഗത്തിലണഞ്ഞും ചെല്ലുക. അങ്ങനെ ദൈവത്തെ ആനന്ദിപ്പിക്കുക. മേൽപ്പറഞ്ഞ മാർഗങ്ങൾ കൂടാതെ അത്യുന്നതന് ആത്മാക്കളെ നയിക്കാൻ മറ്റു വഴികളുമുണ്ട്. തന്റെ തിരുഹിതം പ്രകൃത്യാതീതമായ രീതിയിൽ ആത്മാക്കൾക്ക് പകർന്നു നൽകുകയും അനേകം കൗദാശിക അനുഭവങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇപ്രകാരമുള്ള അനുഭവങ്ങൾ വൈവിധ്യമുള്ളവയും വ്യത്യസ്ത ശ്രേണികളിൽ ക്രമീകൃതവുമായിരിക്കും. ചില നേരങ്ങളിൽ അവിടുന്ന് ഹൃദയങ്ങളോടും ഉള്ളിലുള്ള വികാരങ്ങളോടും സംവദിക്കുന്നു. മറ്റു സന്ദർഭങ്ങളിൽ തിരുത്തുകയും ഉപദേശിക്കുകയും പാഠങ്ങൾ പഠിപ്പിക്കുകയുമായിരിക്കും. ചിലപ്പോൾ അവിടുത്തോട് ചോദിക്കാൻ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുകയാകും ചെയ്യുക. മറ്റു ചിലപ്പോൾ താൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നു. അതിൻ പ്രകാരം ആത്മാവ് ആഗ്രഹങ്ങൾ നിവർത്തിക്കുകയും ചെയ്യും. വീണ്ടും ചില വേളകളിൽ അവിടുന്ന് ഒരു കണ്ണാടിയിലെന്ന പോലെ വ്യക്തതയോടെ തന്റെ മഹാരഹസ്യങ്ങളെ മനുഷ്യബുദ്ധിക്ക് ഗോചരമാക്കി അവയെ അറിയാനും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കനുസൃതം സ്നേഹിക്കാനും ഇടയാക്കും. എന്നാൽ ഓർക്കുക, ഈ മഹോന്നതനും അനന്തനുമായ ദൈവം തന്റെ കൽപ്പനകളിൽ മാധുര്യമൂറുന്നവനും അനുസരിക്കുന്നവരുടെ നിത്യസഹായിയും തന്റെ ഉത്തരവുകളിൽ നീതിയുക്തനും തന്റെ കൽപ്പനകളെ അനുസരിക്കാൻ മനുഷ്യർക്ക് കഴിയും വണ്ണം എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കുന്നവനും ആകുന്നു. ഇക്കാര്യത്തിൽ അവിടുത്തെ പരിശുദ്ധ ഹിതത്തിന് തടസ്സമാകുന്ന ഒന്നിനെയും അവിടുന്ന് ഗണിക്കുകയില്ല. ഈ ദിവ്യ വെളിച്ചം ലഭ്യമായ പ്രിയമകളെ, ഏറ്റവും ശ്രദ്ധയുള്ളവളും അവിടുത്തെ അനുസരിക്കാൻ തീഷ്ണതയും ജാഗ്രതയും വേഗതയുമുള്ളവളായിരിക്കട്ടെ. ഏറ്റവും സൂക്ഷ്മമായ ദൈവത്തിന്റെ ആത്മീയ ശബ്ദം ശ്രവിക്കാൻ വണ്ണം നീ തയ്യാറെടുക്കുക. നിന്റെ ആത്മാവിന്റെ കഴിവുകളെ ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുക. സൃഷ്ടി അരൂപിയുടെ പൂർണ്ണമായ കീഴ്വഴക്കത്തിൽ ജീവിക്കട്ടെ. എന്തെന്നാൽ ഇന്ദ്രിയ ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യന് അത്യുന്നതമായ ദൈവിക കാര്യങ്ങളെ ഉൾക്കൊള്ളുക സാധ്യമല്ല. 1 കോരിന്തോസ് 2:14. ആയതിനാൽ അവിടുത്തെ രഹസ്യങ്ങൾക്ക് കാതോർക്കുക. അങ്ങനെ ബാഹ്യമായവയെ ഉപേക്ഷിച്ചു കളയുക. എന്റെ മകളെ ശ്രവിക്കുക. ദൃശ്യമായ എല്ലാറ്റിൽ നിന്നും നിന്നെ തന്നെ സ്വതന്ത്രയാക്കുക. നീ സ്ഥിരോത്സാഹിയായിരിക്കാൻ സ്നേഹം പരിശീലിക്കൂ. എന്തെന്നാൽ സ്നേഹം ഒരു തീയാണ്. അത് ഫലപ്രദമാകണമെങ്കിൽ ബലിവസ്തു തയ്യാറെടുക്കപ്പെടണം.
എപ്പോഴാണെങ്കിലും അത്യുന്നതൻ നിന്നോട് ആത്മാക്കളുടെ ശ്രേയസ്സിനായി എന്തു ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അതുടൻ നീ നിവർത്തിക്കണം. നിന്റെ ഹൃദയം എരിയാൻ തയ്യാറായിരിക്കട്ടെ. മനുഷ്യരുടെ നിത്യരക്ഷയെപ്പറ്റിയുള്ള തീഷ്ണത മുന്നിട്ടു നിൽക്കട്ടെ. അതിന് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. എന്തെന്നാൽ ഈ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ വില തീരാത്ത രക്തം വിലയായി കൊടുത്തുകൊണ്ടാണല്ലോ. ഇക്കാര്യത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ നിന്റെ ലജ്ജാശീലം കാരണമാകരുത്. എന്തെന്നാൽ നീ ചെറിയവളും മൂല്യം കുറഞ്ഞവളുമാണെങ്കിൽ ഇതാ അത്യുന്നതൻ വളരെ സമ്പന്നനാകുന്നുവല്ലോ. 1 പത്രോസ് 1:18. അവൻ ശക്തനും ഉന്നതനും എല്ലാ കാര്യങ്ങളും സ്വയം നടപ്പാക്കുന്നവനുമാണ്. നിന്റെ ഉത്സാഹവും സ്നേഹാതിരേകവും ഒരിക്കലും പ്രതിഫലം തരാതിരിക്കില്ല. എങ്കിലും അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്നത് നീ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രദ്ധിക്കുക എന്നതാണ്.